ഇപ്പോൾ 2:38. ഞങ്ങൾ മട്ടാഞ്ചേരി എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടൊന്നും പോവാം. അപ്പം മട്ടാഞ്ചേരിയുടെ കാഴ്ചയിലൂടെ പതിയെ അങ്ങോട്ട് നടക്കാം. അല്ലെങ്കിൽ എളുപ്പമില്ല. അങ്ങോട്ട് പോകാൻ പറ്റും. അങ്ങോട്ട് പോകാം. അവിടെ നടക്കണ്ടാ. സാധാരണ കച്ചവടമാണ്. അങ്ങോട്ട് പോകുമ്പോഴാണ് പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. നേരെ അങ്ങോട്ട് പോയി നോക്കാം. തുടക്കത്തിൽ കുറച്ച് കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാൻഡ് എടുക്കേണ്ടതാണ്. സ്റ്റാൻഡ് എടുത്താലേ ക്ലിയർ ആയിട്ട് ഇച്ചിരി കിട്ടുള്ളൂ. ഇത് ജ്യൂസ് ടൗൺ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തേക്കാണ്. ജ്യൂസ് ടൗൺ ഇതിനകത്തേക്ക് പോകുന്നുണ്ട്. ജ്യൂസ് ടൗണിലേക്ക് വരണം. മാർക്കറ്റ് ഫോർ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് സ്പൈസസ്. അപ്പോൾ ബാധിക വഴി പോയി നോക്കാം. മട്ടാഞ്ചേരി ഇനി അങ്ങോട്ട് വണ്ടി പോകില്ലെന്ന് തോന്നുന്നു. വണ്ടി പോകാത്തതുകൊണ്ട് കുഴപ്പമില്ല. സെൻറ്റർ കൂടി പോകാം. ഇതല്ല പഴയ ബിൽഡിങ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ എന്ന് പറയാം ആൻറ്റിക് വിൽപ്പനകളാണ്. ക്ലാസിക്കാണോ പുതിയതാണോ എന്നറിയില്ല. ഇവിടെയുണ്ട്. She's going, I'm also going. So yes, sir, try to who's order is the order is the try order kiya tha touch Ramandarida touch handicraft. Handicrafts handicഉണ്ട്. പ്രധാനമായിട്ടതൊക്കെയാണ് അവർ ഇവിടെ സെയില്. ചെറിയ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ്
ആൻറ്റിക് ഉൽപ്പന്നങ്ങൾ. ഇതൊക്കെ പഴയ ബിൽഡിങ്ങാണ് ഈ കാണുന്നതൊക്കെ. ഓൾഡ് ഈ സമയമൊക്കെ തിരക്കായിട്ടുണ്ട്. അതൊക്കെ നോക്ക് നന്ദു. പഴയ ബിൽഡിങ്ങാണ്. പിന്നെ അവന് ആളുകൾ പോകണോണ്ടേ കയറാണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ആൻറ്റിക് ഉൽപ്പന്നങ്ങൾ. അപ്പോൾ അതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ് എല്ലാം. ആണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് പോവാം. അത് തിരക്കായി പോയി പെട്ടെന്ന്. ഞങ്ങൾ 2:30 പറ്റിയതാണ്. പതിയെ നടക്കണം ഇതിൽ. അതിനകത്തൊക്കെ ഉൽപ്പന്നങ്ങളുണ്ട്. ചെറിയ ചെറിയ പൗര വസ്തുക്കൾ കാണുന്നതൊക്കെ. എല്ലാം പഴയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ. സെൻറ്ററിൽ കൂടി പോയാലേ കൃത്യമായിട്ട് ഈ ബിൽഡിങ്ങുകളുടെ ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. ജിഞ്ചർ ഹൗസ്. ഹോട്ടലാണ്. മ്യൂസിയം വലിയൊരു ചിന്തമ്പള്ളി കാണാൻ പറ്റുമെന്നറിയില്ല. ഇരുട്ടാണ്. ഇവിടെ നിന്ന് ഞങ്ങൾക്കൊരു റൈറ്റ് സൈഡിലേക്കൊരു വാഹനം. അവിടെ ഉണ്ട്. നല്ല വലുതാണ്. കരിങ്കല്ല് കൊത്തിയതാണ്. ആൻറ്റിക്കാണ്. ഇവിടെ കുറേ കളർ അഗർബത്തീസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്.
ഫുള്ളും ആൻറ്റിക് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൂടുതൽ ആൻറ്റിക്കാണ്. ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഫാബ്രിക്സാണ്. പുതിയ ബിൽഡിങ്ങാണ്. എന്നാലും ഇന്ത്യ പെപ്പർ ആൻഡ് സ്പൈസ് ട്രേഡ് എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ആയിരുന്നു അത്. ഇന്ത്യ പെപ്പർ ആൻഡ് സ്പൈസ് ട്രേഡ് അസോസിയേഷൻ ബിൽഡിങ്ങാണ്. അതൊക്കെ ഓൾഡാണ്. ഈ ബിൽഡിങ്ങൊക്കെ പഴയതാണ്. ഇത് അവിടെ വരെ ഉണ്ടെന്ന് അറിയില്ല. രണ്ട് സൈഡിൽ ഇവിടെ നിന്ന് ലെഫ്റ്റിന് റൈറ്റും ഉണ്ട്. ഏത് വഴി പോകേണ്ടതെന്ന് അറിയില്ല. കഴിഞ്ഞ ലെഫ്റ്റ് പോകാം. ലെഫ്റ്റ് പോയിട്ട് റൈറ്റിലേക്ക് വരാം. ഇതൊക്കെ പഴയ ബിൽഡിങ്ങാണ് ഇവിടെ. മട്ടാഞ്ചേരി ഓൾഡ് ടൗൺ. എല്ലാവർക്കും ആൻറ്റിക്കാണ്. സെൻറ്ററിൽ കൂടി പോയാലേ കൃത്യമായിട്ട് കിട്ടുള്ളൂ. ഇപ്പം ഞായറാഴ്ചയായിട്ട് തുറന്നിട്ടുണ്ട്. അവധിയൊന്നുമില്ല. ഒരു പോലീസ് മ്യൂസിയം. എല്ലാം ആൻറ്റിക് ഉൽപ്പന്നങ്ങളാണ് കൂടുതലൂടെ ഇരിക്കുന്നത്. ആൻറ്റിക് സായിപ്പന്മാർ ഉദ്ദേശിച്ചാണെന്നല്ല. വലിയൊരു ഒട്ടുരുളി നല്ല നല്ല വലിപ്പമുണ്ട് അത്. കാരണം ഏകദേശം ഒരു 10 അടിക്ക് മുകളിലുണ്ട്. ഇവിടെയുണ്ട് ഒരുപാട്. ഷൂട്ട് ചെയ്യാൻ ഒരുപാടുണ്ട്. പോയിക്കൊണ്ടിരിക്കുന്നു. സ്പൈസ് മാർക്കറ്റാണ്. ഇനി ഞായറാഴ്ച കൊണ്ട് അവധിയായിരിക്കാം. സ്പൈസ് മാർക്കറ്റ് അവധിയാണ്. ഇതൊക്കെ പഴയ ബിൽഡിങ്ങുകളാണ്. സ്പൈസ് മാർക്കറ്റ് പഴയ ബിൽഡിങ്ങാണ്. അത് നേരെ കാണുന്നതൊക്കെ പഴയ ബിൽഡിങ്ങാണ്. ആരോ മാർക്കറ്റൊക്കെ പഴയ ബിൽഡിങ്ങാണ്. പഴയ ബിൽഡിങ്ങാണ്. ജ്യൂസ് സ്ട്രീറ്റ്. അപ്പം ഞങ്ങൾ മട്ടാഞ്ചേരി ജ്യൂസ് സ്ട്രീറ്റിലൂടെ ഇങ്ങനെ പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അങ്ങോട്ടൊക്കെ പഴയതുണ്ട്. അതവിടം വരെ പോയിട്ട് ഇനി അങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നുമില്ലെന്ന് പറഞ്ഞത്. ഞാൻ അവിടെ ഒരു അത്രേ ഉള്ളൂ.